പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം അവസാനിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ ജമ്മു കാശ്മീരിലേക്ക് തിരിക്കും. അനന്ത്നാഗിൽ പരിക്കേറ്റ് കഴിയുന്നവരെ അദ്ദേഹം സന്ദർശിക്കും. ഇത് ഏപ്രിൽ 20 തന്നെ തുറന്നു കൊടുത്തു. പക്ഷെ ആ തുറന്നു കൊടുത്തത് അവിടുത്തെ സുരക്ഷാ സേനയെ അറിയിക്കാതെയാണ് തുറന്നു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷാ സേന ഉണ്ടായില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ബ്രീഫിങ്ങിനിടയിൽ പറഞ്ഞു. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ ഒന്നും കൂടി സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ട് പല ചോദ്യങ്ങളും വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മറുപടി ഇത് തന്നെയായിരുന്നു. കാരണം സാധാരണ നിലയിൽ ആ സമയത്ത് അവിടെ തുറന്നു കൊടുക്കാത്തതാണ്. പക്ഷേ ഇപ്രാവശ്യം ഏപ്രിൽ 20 തന്നെ വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തത് അത് സുരക്ഷാ സേനയുടെ അറിവോടെയല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി വിനീത വിജയ തത്സമയം ചേർന്നു. വിനീത, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രധാനമന്ത്രി ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നുള്ള രീതിയിലുള്ള പരാതികൾ ഉയർന്നു. അതുപോലെ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? എസ്കെൻ, സർവകക്ഷി യോഗം പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം യോഗം തുടർന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ യോഗത്തിൽ ഇതുവരെ കൈക്കൊണ്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ യോഗത്തിൽ കൃത്യമായും ചർച്ച ചെയ്തു. ഒപ്പം ആഭ്യന്തര മന്ത്രിക്ക് പുറമെ രാജ്നാഥ് സിംഗും ഇതുവരെ പ്രതിരോധ മേഖലയിലടക്കം സ്വീകരിച്ച നടപടിക്രമങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലേക്കൊരു യോഗം നടക്കുമ്പോൾ ആ യോഗത്തിൽ നിന്ന് പ്രധാനമന്ത്രി വിട്ടുനിന്ന കാര്യം, പ്രധാനമന്ത്രിയുടെ കൂടി അധ്യക്ഷതയിലായിരിക്കേണ്ട ഇത്തരമൊരു യോഗം ചേരേണ്ടത് നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല ബീഹാറിൽ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇക്കാര്യം ഇന്ന് ഈ ചേർന്ന യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നൊരു ആവശ്യം കൂടി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഇന്റലിജൻസ് സംവിധാനത്തിലടക്കം ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നൊരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അല്പസമയം മുൻപാണ് ഈ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം ഹാരിസ് ബീരാൻ എം പി നമ്മളോട് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള അന്വേഷണം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. അത് പിന്നീട് മറുപടി പറയാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 20 ഈ പറയുന്ന പാർക്ക് തുറന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ അറിവില്ലായ്മയോട് കൂടിയിട്ടാണ് തുറന്നത് എന്നുള്ള രീതിയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് തുറന്ന് 20 തുറന്നെങ്കിൽ 20, 21, 22 3 ദിവസമായിട്ട് അവിടെ ആളുകൾ പോകുന്നുണ്ട്. പക്ഷേ അവരറിഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെ ബ്രീഫിങ്ങിൽ വന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഉള്ള അന്വേഷണം നടത്തണമെന്നാണ് നമ്മളവിടെ ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏത് തരത്തിൽ ഇനി തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യം അത് രാജ്യത്തിന് കൂടി അറിയേണ്ടതാണ്. ഒപ്പം പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടി അത് അറിയാൻ അവകാശമുണ്ട്. അത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളത്. അല്ല, മറുപടികളെല്ലാം ഇനിയിപ്പോൾ പിന്നീട് തരുമെന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് നമ്മൾ ചോദിച്ച ചോദ്യങ്ങളും നമ്മുടെ നിർദ്ദേശങ്ങളും എല്ലാം ആഭ്യന്തരമന്ത്രി നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള മറുപടികളെല്ലാം ഇനി തരുമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാനിപ്പോൾ ഒരു നിർദ്ദേശം വെച്ചതെന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ട് പാർലമെൻറ്റ് 2 ദിവസത്തേക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഈ പാർലമെൻറ്റിലാണ് നമുക്ക് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാനും അതേപോലെ തന്നെ അവർക്ക് മറുപടി പറയാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ആ ഒരു നിർദ്ദേശവും വെച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് എവിടെ നിന്നാണ് മറുപടി, എങ്ങനെയാണ് മറുപടി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ നിർദ്ദേശങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് മറുപടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലായിരിക്കണം ഇന്നത്തെ യോഗം എന്നുള്ളത് നേരത്തെ തന്നെ നേതാക്കൾ ഉന്നയിച്ചതാണ്. പക്ഷേ അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. രാജ്നാഥ് സിംഗ് അടക്കം ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ പറഞ്ഞു പോയി എന്നുള്ളതല്ലാതെ ഇനി തുടർ നടപടികളടക്കം കൃത്യമായൊരു വ്യക്തതയില്ലാത്തൊരു സാഹചര്യമുണ്ടോ നിലവിൽ കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ട്? അപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ പങ്കെടുക്കാത്തത് എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും പ്രത്യേകിച്ച് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ എല്ലാം അവിടെ ഉന്നയിച്ചു. അപ്പോൾ അതിനകത്ത് ശ്രീ രാജ്നാഥ് സിംഗിൻ്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സർവകക്ഷി യോഗത്തിലെല്ലാം പ്രധാനമന്ത്രി വരാറില്ല, താൻ തന്നെയാണ് അത് ചെയർ ചെയ്യാറുള്ളതെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. പക്ഷേ അപ്പോൾ ശ്രീ ഖാർഗെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ചേരുന്ന ഒരു സർവകക്ഷി യോഗം പോലെയല്ല. ഇതിപ്പോൾ രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ രാജ്യത്ത് ഈ രീതിയിലുള്ള ഒരു ആക്രമണം നേരിട്ടപ്പോൾ അതിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു യോഗമാണ്. അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കണമായിരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു വ്യൂ പോയിൻ്റായിട്ട്
ഖാർഗെജി പറഞ്ഞത്. ഈ ഒരു യോഗം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന തരത്തിൽ നമുക്ക് കാണാൻ കഴിയുമോ ഈ ഒരു യോഗം? നമ്മളുടെ നിർദ്ദേശങ്ങളും നമുക്കുള്ള ചോദ്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സർക്കാരിനാണ് അതിനുള്ള മറുപടികൾ തരേണ്ടത്. അത് എപ്പോൾ തരുമെന്നുള്ളത് നമുക്കറിയില്ല. ഒപ്പം തന്നെ അത്തരം അഭിപ്രായങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യം കൂടി. തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ പറഞ്ഞ് സർക്കാരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും സർക്കാരിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാകും. ഇന്ന തീരുമാനം എടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് സർക്കാരിൻ്റെ ജോലിയാണത്. അപ്പോൾ ഏത് തീരുമാനം ഇതിനെക്കുറിച്ച് എടുത്തു കഴിഞ്ഞാലും പ്രതിപക്ഷം കൂടെ ഉണ്ടാകും എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയായിരുന്നു. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്ത കാര്യം പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ ഉന്നയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്രം കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതേസമയം ഇത്തരം കാര്യങ്ങൾ ഈ യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രം ഭീകരതയ്ക്കെതിരെ എടുക്കുന്ന ഓരോ നിലപാടിനും ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. അതിന് കൃത്യമായിട്ടുള്ള ഐക്യദാർഢ്യം കൂടി നേതാക്കൾ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വിനീത വിജയ്. ഡൽഹിയിൽ നിന്നാണ് വിനീത നമുക്കൊപ്പം ചേർന്നത്.